ഹലോ ഫ്രണ്ട്സ്, ലാഫിംഗ് ഫിഷ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ലൈഫ് ഫിഷിനോട് ബന്ധപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ നിരവധി ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും അല്ലാതെയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്, ലൈഫ് ഫിഷിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നമുക്കൊരു വീഡിയോ ചെയ്ത് പറയേണ്ടതക്ക കാര്യങ്ങളൊന്നും ഇപ്പോൾ ലൈഫ് ഫിഷിനകത്ത് വരുന്നില്ലായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം പറയാതിരുന്നത്. പിന്നെ മറ്റു ചില അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം 2 ദിവസം മുമ്പ് നമ്മുടെ പഞ്ചായത്ത് VAയുമായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് ആവശ്യത്തിന് പോകാമായിരുന്നു. കാരണം എന്നോട് 1-2 പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു, അവർ ഭൂരഹിത ഭവനരഹിത പദ്ധതി പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സ്വന്തം നിലയ്ക്ക് ഭൂമി വാങ്ങിയാൽ അവർക്ക് വീട് വെക്കുന്നതിന് മുൻഗണന ലഭിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ അത് തിരക്കാനായിട്ട് ഞാൻ VAയുമായിട്ട് സംസാരിച്ചപ്പം VA എന്നോട് പറഞ്ഞത് 2 അപേക്ഷകർ ഇതിന് മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ജില്ലാ കോർഡിനേറ്ററോട് സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വരുന്ന വെള്ളിയാഴ്ച ലൈഫിൻ്റെ ജില്ലാ കോർഡിനേറ്ററോട് സംസാരിക്കാൻ ഒരു അവസരം അവർ ഒപ്പിച്ച് തന്നിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഞാൻ ജില്ലാ കോർഡിനേറ്ററോട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലൈഫ് മിഷനോട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പം ഞാൻ ഈ വെള്ളിയാഴ്ച ആ കമൻറ്റിൽ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾ, നല്ല ചോദ്യങ്ങൾ, കാതലുള്ള ചോദ്യങ്ങൾ, അത് ഞാൻ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്ററോട് സംസാരിച്ച് അതിനുള്ള ഉത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവർ ഇന്ന് കേരള ബഡ്ജറ്റായിരുന്നു. കേരള ബഡ്ജറ്റിൽ ലൈഫിന് വേണ്ടി മാറ്റിയിരുത്തിയിരിക്കുന്ന തുക 1132 കോടി രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തുകയിൽ ചിലവാക്കിയത് 1966.36 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ പ്രതീക്ഷ തരുന്നതാണ്. അപ്പോൾ ഈ ലൈഫ് മിഷന് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ 1132 കോടി രൂപ ഇതിനകത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഫണ്ട് ചിലവഴിക്കുന്നത് എന്നുള്ളത്, എപ്പോഴാണ് കിട്ടുന്നുള്ളതെല്ലാം ഞാൻ ഈ വരുന്ന വെള്ളിയാഴ്ച ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്ററോട് സംസാരിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.